Okay, so idana question. Figure shows the thermal system involving two compartments with one containing a heater. If temperature of the compartment of the heater is T1, the temperature of the other compartment T2, and the temperature surrounding the compartment T3, developed equations എന്നിട്ട് all the walls of the container have same resistance R and negligible capacitance. The two containers have the same capacitance C. ഇതാണ് ആ പറഞ്ഞേക്കുന്ന ഇതിൻ്റെ ഫിഗർ. കഴിഞ്ഞ വർഷത്തെ മെക്കട്രോണിക്സ് സപ്ലി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനായിരുന്നു. ഒരു ഹീറ്റർ ഉണ്ട്, അത് ഹീറ്റ് കൊടുക്കുന്നു. രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കമ്പാർട്ട്മെൻറ്റ് 1ലെ ടെമ്പറേച്ചർ T1, 2ലെ ടെമ്പറേച്ചർ T2, അത് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ T3 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പാർട്ട്മെൻറ്റ് 1ൽ നിന്ന് പുറത്തേക്ക് Q1 ഹീറ്റ് പോകുന്നു. കമ്പാർട്ട്മെൻറ്റ് 1ൽ നിന്ന് കമ്പാർട്ട്മെൻറ്റ് 2ലേക്ക് Q2 ഹീറ്റും പിന്നെ 2ൽ നിന്ന് പുറത്തേക്ക് Q3 ഹീറ്റും പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തെർമൽ സിസ്റ്റമാണ്. തെർമൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസിക്കലി രണ്ട് സാധനം നോക്കിയാൽ മതി. ഒരെണ്ണം റെസിസ്റ്റൻസ് പിന്നെ കപ്പാസിറ്റൻസും. അപ്പോൾ ആദ്യം കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല വന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അകത്തേക്ക് Q ചാർജ് വരുന്നുണ്ട്, പുറത്തേക്ക് Q1 പോകുന്നു, അതുപോലെ ഇങ്ങോട്ടേക്ക് Q2 പോകുന്നു. അപ്പോൾ എഫക്റ്റീവ്ലി ഇവിടത്തേക്ക് ബാക്കി വരുന്ന ചാർജ് Q മൈനസ് Q2 മൈനസ് Q1 ആണ്. അപ്പോൾ ഇത്രയും സംഭവം ഈക്വൽ ടു C ഇൻറ്റു dT1/dt. ഏത് കമ്പാർട്ട്മെൻ്റ് ആണോ കൺസിഡർ ചെയ്യണം അവിടുത്തെ ടെമ്പറേച്ചർ ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് dT1 എന്ന് വരും. അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസ് വെച്ച് ഉണ്ടാക്കിയ ഫോർമുല. ഇത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ Q2, Q1, Q3 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ Q2 എന്ന് പറയുന്നത് ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ടെമ്പറേച്ചേഴ്സാണ് വന്നതെന്ന് നോക്കണം. അപ്പോൾ T1 ഉണ്ട്, T2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലായിട്ടാണ് പോണത് ഫസ്റ്റ് സാധനത്തിന് ആദ്യം വരണം. ഇപ്പോൾ T1 മൈനസ് T2/R എന്ന് വരും. അപ്പോൾ അത് Q2 കിട്ടി. അതുപോലെ Q1 എന്ന് പറയുന്നത് T1 മൈനസ് T3/R. Q1 എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ അകത്തുള്ള ടെമ്പറേച്ചർ T1, പുറത്തേക്കുള്ള ടെമ്പറേച്ചർ T3. അപ്പോൾ Q1 എന്ന് പറയുന്നത് T1 മൈനസ് T3/R. ഈ R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് ടു ദ ടെമ്പറേച്ചർ. ആ ഒരു Q പുറത്തേക്ക് പോകാനുള്ള റെസിസ്റ്റൻസ് ആണ് R. അതുപോലെ Q3നും ഇതേപോലെ തന്നെ Q3 വരുന്നത് T2ൽ നിന്ന് T3യിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ T2 മൈനസ് T3/R. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടി. ഇനി ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിലെ കേസ് മാത്രം എടുത്തിട്ട് ഒരു ചാർജിൻ്റെ ഇക്വേഷൻ വെച്ച് മറ്റേ കപ്പാസിറ്റൻസിൻ്റെ സംഭവം വെച്ചിട്ട് ഇത് എഴുതി. ഇനി ഇതിലേക്ക് Q2ഉം Q1ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. T1 മൈനസ് T2/R, T1 മൈനസ് T3/R ആയിട്ട്. അത് കഴിഞ്ഞാൽ ഇതിന് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി RQ എന്നാവും. ഈ ആറിനെ അപ്പുറത്തേക്ക് ഇടുമ്പോൾ ഇവിടെ RC എന്ന് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. RQ മൈനസ് 2 ടൈംസ് T1 പ്ലസ് T2 പ്ലസ് T3 ഈക്വൽ ടു RC ഇൻറ്റു dT1/dt. ഇതിപ്പോൾ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്ത്. ഇനി രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അകത്തേക്ക് Q2 വരുന്നുണ്ട്, പുറത്തേക്ക് Q3 പുറത്തേക്ക് പോവുക. അപ്പോൾ Q2 മൈനസ് Q3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു C ഇൻറ്റു d2/d1. എന്നിട്ട് Q2 എത്രയാണെന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായി. അതുപോലെ Q3 എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ഇക്വേഷൻ കിട്ടും.